UN സുരക്ഷാ കൗൺസിലിൽ 15 വൻ ശക്തികൾ ഒന്നിച്ചിരിക്കുന്നു. പക്ഷെ ആ 2 മണിക്കൂർ ലോകം വിറച്ചങ്ങനെ നിന്നു. ട്രംപിന്റെ കയ്യാളായ മൈക്ക് വാൾട്ടിനെ ഇറാൻ അംബാസിഡർ എങ്ങനെയാണ് നേരിട്ടത്? സമാധാന ചർച്ചകൾക്കിടയിൽ ഇസ്രായേൽ കാണിച്ച ചതി എന്താണ്? ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ 2 മണിക്കൂർ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ആസ്ഥാനം ഒരു യുദ്ധക്കളമായി മാറിയ നിമിഷങ്ങൾ. ലോകത്ത് നിയന്ത്രിക്കുന്ന 15 വൻ ശക്തി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് വാക്പോര് നടത്തുമ്പോൾ പുറത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ മിസൈലുകൾ കൊണ്ട് സംസാരിക്കുകയായിരുന്നു. ട്രംപിന്റെ വിശ്വസ്തനും അമേരിക്കൻ അംബാസിഡറുമായ മൈക്ക് വാൾട്ടിന്റെ വാദങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇറാൻ അംബാസിഡർ നടത്തിയ ആ ഞെടിക്കൽ ലോകം ശ്വാസമടക്കി പിടിച്ചാണ് കേട്ടത്. 2 മണിക്കൂർ നീണ്ട ആ ചർച്ചയിൽ 15 നേതാക്കൾ പങ്കെടുത്തപ്പോൾ അവിടെ നടന്നത് വെറും ഒരു ചർച്ചയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ വിളംബരം തന്നെയായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് UN സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി യോഗം ചേർന്നത്. യോഗത്തിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമിച്ചത്. അത്രയും ട്രംപിന്റെ കയ്യാളായി അറിയപ്പെടുന്ന മൈക്ക് വാൾട്ട് മേഖലയിലെ സമാധാനം തകർക്കുന്നത് ഇറാൻ ആണ് എന്നും അവർ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളാണ് എല്ലാ രക്തച്ചൊരിച്ചിലിനും കാരണമെന്നും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മൈക്ക് വാൾട്ടിന്റെ ഓരോ ആരോപണത്തിനും ഇറാൻ അംബാസിഡർ നൽകിയ മറുപടി കൃത്യവും മൂർച്ചയേറിയതുമായിരുന്നു. വാൾട്ടിന്റെ വാദങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ആണവ കരാറിനെ കുറിച്ച് ലോകരാജ്യങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ വേളയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന്. ചർച്ചകളെ അട്ടിമറിക്കാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയായിരുന്നു എന്നുകൂടി അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു വച്ചു. നയതന്ത്രത്തിന്റെ സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് നടന്ന ഈ വാക്പോരിൽ ഇറാൻ അംബാസിഡർ ഉയർത്തിയ കണക്കുകൾ ഞെട്ടിക്കുന്നതുമായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ 100-ലധികം കുരുന്നുകളുണ്ട് എന്നും നിരപരാധികളായ സാധാരണക്കാരെ കൊന്നെടുക്കുന്നത് യുദ്ധക്കുറ്റമാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇറാൻ സ്വയം പ്രതിരോധിക്കും, ഞങ്ങളുടെ സൈനിക താവളങ്ങളെയും ആസ്തികളെയും തൊട്ടാൽ അത് നിയമപരമായ തിരിച്ചടി ഉണ്ടാകും എന്ന ആ മുന്നറിയിപ്പ് ഒരു യുദ്ധപ്രഖ്യാപനം പോലെയാണ് അവിടെ മുഴങ്ങിയത്. എന്നാൽ ഇറാന്റെ വാദങ്ങളെ പുച്ഛിച്ചു തള്ളാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചത്. ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഇറാൻ ബോധപൂർവം പിന്മാറിയെന്നും ഇനി ചർച്ചകൾ തുടരുന്നതിൽ അർത്ഥമില്ല എന്നും ഇസ്രായേൽ പ്രതിനിധി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദപരമായ വെളിപ്പെടുത്തലുകൾ ചർച്ചകളിൽ കരിനീൽ വീഴ്ത്തിയത്. ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടു എന്ന ട്രംപിന്റെ അവകാശവാദം പുറത്തു വന്നതോടെ UN ആസ്ഥാനത്ത് അന്തരീക്ഷം കൂടുതൽ കലുഷിതമാവുകയായിരുന്നു. ഇതിന് പിന്നാലെ ഖൊമേനിയുടെ മകളും പേരക്കുട്ടിയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ കൂടി വന്നതോടെ ഇത് വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നേതൃത്വത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്നും ഇറാൻ ആരോപിച്ചു വെച്ചു. ഖൊമേനിയുടെ ഉപദേഷ്ടാവ് അലി ഷംഖാനിയെ വധിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടതും ഈ 2 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇറാന്റെ പ്രതിരോധത്തിന്റെ മൂർച്ച കൂട്ടി. ഈ വാക്കുപോരുകൾക്കിടയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വാക്കുകൾ ലോകത്തിന് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങളെ അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഇത് UN ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നും ഈ സൈനിക നടപടികൾ ആർക്കും നിയന്ത്രിക്കാനാകാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ ശത്രുതാപരമായ നടപടികൾ ഉടൻ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി അവശേഷിക്കില്ല, മറിച്ച് ലോകം മുഴുവൻ പടരുന്ന വലിയൊരു വിപത്തായി മാറും എന്നും UN ജനറൽ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2 മണിക്കൂർ കൊണ്ട് 15 നേതാക്കൾ ചേർന്ന് നടത്തിയ ആ ചർച്ചയിൽ സമാധാനത്തിനുള്ള വഴികൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യമാണ് തെളിഞ്ഞു വരുന്നത്. ട്രംപിന്റെ പ്രതിനിധിയെയും ഇസ്രായേൽ നിലപാടുകളെയും കടന്നാക്രമിച്ച ഇറാൻ അംബാസിഡർ വാക്കുകൾ നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവരുന്നിട്ടിരിക്കുന്നത്. ദുബായ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇതിനോടകം തന്നെ മേഖലയെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാൻ അംബാസിഡർ ശക്തമായ നിലപാടുകളും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ കനക്കുമ്പോൾ ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഒന്നേയുള്ളൂ, സമാധാനം പുലരണം.